ലക്ഷ്യമില്ലാത്ത യാത്രയാണ്. നമുക്ക് ആദ്യം ഇവന്റെ അമ്പലത്തിൽ പോയാലോ? പുറമോട്ടൊരു അമ്പലം ഉണ്ടായിരുന്നു, പെരിയനാട്. നമ്മുടെ അവിടുത്തെ പെരുവല്ലോ, സൗകര്യം അവിടുത്തെ ശിവന്റെ അമ്പലമുള്ളത് പെരുവന. ഇവിടെ പെരു ചെറുതൊരു ശിവന്റെ അമ്പലം. ചെറിയ പിള്ളേരോ? ആശ ചേച്ചി ഒക്കെ ഇച്ചിരി മൂപ്പുണ്ടല്ലോ. അവര് തമ്മിൽ മറ്റേ കഥകളൊക്കെ പറയാനാന്നേ. ഇവരാരാ മോതല് ഈ പിള്ളേരെ അടുപ്പിക്കുന്നത്? അതെ 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 അതെ, അതൊക്കെ പറയും. പ്രായം അതാണല്ലോ. അത് ആശേച്ചിക്ക് ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പൊട്ടിച്ച് ആ കൊച്ചപ്പച്ചി മാമനും എല്ലാവരും കൂടി വേറെ കല്യാണം ആലോചിച്ച് നിർബന്ധിച്ച് കെട്ടിച്ച്. ഓ നീ ഉപദേശിച്ചോണ്ടാണല്ലോ അവര് നന്നായത്. അതിനടി നീ അങ്ങനെ പറഞ്ഞു. അപ്പൊ ചാച്ചൻ വണ്ടി ഓടിക്കണം. അപ്പൊ ചാച്ചൻ വണ്ടി ഓടിക്കണല്ലേ? എന്നാ അങ്ങനെ പറ, അല്ല തെറ്റിദ്ധരിക്കുകയാണ്. പൂച്ചക്കുഞ്ഞാ അപ്പൊ അവള് ചോദിച്ചത് വേണോന്ന്. ഞാൻ പറ അങ്ങനെയാണെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ വേണ്ട. അതുകൊണ്ടാണ് അവള് കിട്ടുന്നത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെ അന്ന് വഴി അറിയത്തില്ല, വഴി അറിയാത്ത ആളോട് എന്ത് പറഞ്ഞു കൊടുക്കും? എന്നാ നീ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞത് അവസരത്തിൽ ഗൊത്തില്ലെന്ന് പറയും. ഗൊത്തില്ല പറഞ്ഞോട്ടെ. ആ ദേവി വിലാസം. അത് താനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്കയുണ്ടെങ്കിൽ. ഇവരുടെ പാട്ടായിരുന്നു നിൽക്കണേ. എന്തുകൊണ്ട് ഇവരുടെ പേര് തൊണ്ടയ്ക്ക് പിടിച്ചിട്ട് പാട്ട് പാടും. കഴുത്തിന് പിടിച്ച സൗണ്ട് പുറത്തു വരും. ഒരു സ്ത്രീ ഉണ്ടല്ലോ, നമുക്ക് നേരെ അമ്പലത്തോട് ഉഷാദുപ്പിന്റെ പോലെ തന്നെ സൗണ്ട് പുറത്തേക്ക്. വൈക്കം വിജയലക്ഷ്മിയാണോ? അല്ല എടി വാതിൽ വിളിച്ചോട്ടോ. ഉണ്ണി നിനക്ക് ഓർമ്മയുണ്ടോ ഈ സ്ഥലം? നിനക്ക് ഓർമ്മയുണ്ടോ ഈ സ്ഥലം? ഓർമ്മയുണ്ടോ? ഉണ്ണിക്കുട്ടാ നിനക്ക് ഓർമ്മയുണ്ടോ ഈ സ്ഥലം? നിന്റെ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തൊന്ന് ഓൺ ചെയ്തേ. നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞിട്ട് ആയിരിക്കും. നിന്റെ നാളെ ഏതാ? ആ എന്റെ നിനക്കിപ്പോ ഞാൻ വെള്ളം വായി വെച്ചേനെ. ഞാൻ എന്റെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു. അല്ല ഫിക്സ് ചെയ്തത് അതാ. ഞാൻ എല്ലായിടത്തും പോയി വഴിപാട് കഴിക്കുന്നത് അതാ, പൂയാന്ന് പറഞ്ഞിട്ടാ. വെറുതെ നിനക്കൊന്നും വലിക്കാത്ത എന്റെ തിരുവോണ. ചാച്ചൻ കൺഫേം ചെയ്തായിരുന്നേ. ആദ്യം തിരുവാതിര വെച്ചോണ്ടിരിക്കുവായിരുന്നു കുറച്ച് നാളെ. ആയിരുന്നു ഞാൻ എന്റെ സ്വയം കണ്ടുപിടിച്ചു. നീ ഇറങ്ങി. നിങ്ങൾക്ക് എത്ര വയസ്സായെന്നാ പറഞ്ഞു? 35, 36. ഈ 37 വർഷമായിട്ട് നിനക്ക് നിന്റെ സ്വന്തം നാളെ അറിയത്തില്ലല്ലേ? മറ്റേ ഒരു ഇന്ത്യൻ പ്രണയകഥ പോലെ. എനിക്കൊക്കെ അറിയാം, എന്റെ അനുരാഗമുണ്ട്. സാനുവിന്റെ മൂലമല്ലേ? അതെ അതെ. ഇല്ലില്ല, നീ കയറിക്കോ. ഉണ്ണിക്കൂടെ നിനക്ക് ഓർമ്മയുണ്ടോ ഈ സ്ഥലം? നീ ചോറിൻ്റെ ഇവിടെ വെച്ചില്ലേ? നമ്മൾ ചോറൂണ് നടത്തിയത് ഇവിടെ വെച്ചാ. ഉണ്ണിക്കുട്ടനെ ചോറൂണ് നടത്തിയ അമ്പലം. എന്നാ കയറിക്കോ കയറിക്കോ.
ടിക്കറ്റ് തന്നെ കയറുന്നതിനാണ്. ഞാൻ കയറില്ല, നീ പൊക്കോ, ഞങ്ങളിവിടെ ഉണ്ട്, പുറത്തുണ്ട്. ഒന്ന് ആല് JCB മല. വേണം വേണം. ഇനിയിപ്പം നമുക്ക് എന്നിട്ട് പിടിപ്പിക്കാം. ആണാടെ. ആ മയിലിനെ കണ്ടു, ചേട്ടാ ഇരിക്കണം മയിൽ. ഇന്ന് രാവിലെ മയിലിനെ കണ്ടതിന്റെ ഓർമ്മ ഒതുക്കിയതാണ് പറഞ്ഞു. രാവിലെ കേട്ടോ ഫോണിൽ പഠിപ്പിച്ചു. നിനക്ക് പഠിക്കാൻ തോന്നുന്നില്ല. കപ്പലിന്റെ ചുമ്മാ തോന്നുന്നുണ്ട്. ഇവിടെ ഇരുന്ന് കപ്പലിന്റെ 100 വാടാ റോണി. ദേവണി വണ്ടിക്കകത്ത് പഠിക്കുന്നു. അയ്യോ തള്ളല്ലേ, ഇനി പോവാനാണോ?
രാവണി നല്ല കാര്യം. ഉണ്ണി ഭാഗം അമ്മ ഇങ്ങനെ വരുന്നില്ലേ? ഇല്ല. ചേട്ടാ ഉണ്ണി ഉണ്ണി എന്നാ പറ്റടാ? കണ്ണി മറ്റേ പൊടി. അയ്യോ, ഏത് കണ്ണിലാ ഉണ്ണി പോയെ? ഏത് കണ്ണിലാ പോയെ? ഏത് കണ്ണിൽ പോയി? ചേട്ടൻ കേട്ടോ. കണ്ണ് തരുമ്പോട്ടോ അവന്, ഞാൻ ശരിയാക്കി തരാം. വാ. നെല്ലേക്ക് പോഞ്ഞ നന്നായി, നല്ല സമയം കിട്ടിയതായിരുന്നു. ഇനി വാ 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 പോ പോ പോ. ചൂച്ചു ഇനി പോയേക്കാം. ഇതാണ് നീ പറഞ്ഞ സ്ഥലം? അല്ല, അവിടെ ഇപ്പൊ ഇരുട്ടായില്ലേ. വേണ്ട, ചൊറിയ വേണ്ട കാര്യം. അവൾ ഇതുവരെ അവിടുത്തെ വീഡിയോ എടുത്ത് കഴിഞ്ഞല്ലേ. ഉണ്ണിക്കുട്ടാ നീ നടക്കുവാണോ? ആ അയ്യോ, വണ്ടി വണ്ടി. എടി നീ വെള്ളത്തിൽ കഴിയോ? ഇല്ലല്ലോ, വെള്ളത്തിൽ കഴിയോ? അല്ല, നീ ഇപ്പൊ വെള്ളത്തിൽ എന്തെങ്കിലും കഴിയോ? കയ്യോ വല്ലതും കഴിയോ? ഇല്ലല്ലോ. ഓ മൈ ഗോഡ്. എടിങ്ങി പോര്, പോയേക്കാം. പാ. ആ ഇല്ല, എടുക്കാം എടുക്കാം. ആണോ? വെട്ടം തീരെ കുറഞ്ഞു. ഇല്ല, വെള്ളത്തിൽ ഇറങ്ങി കണ്ടില്ലേ ബോർഡുണ്ട്. ഞങ്ങൾ ഇപ്പോഴാണ് ശ്രദ്ധിച്ചു, ഇവിടെ പറയുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഓ മൈ ഗോഡ്, മഴ തുടങ്ങി. എടാ എല്ലാവരും കയറിക്കോ. എടാ ഈ സൈഡിൽ കൂടെ കയറിക്കോ ടോണി. എടാ ഈ സൈഡിൽ കൂടെ കയറിയാൽ മതി.
എടാ വേഗം അടക്കി കയറ് ഞാൻ വരുവാ. ഓക്കെ ബൈ ബൈ, ഗുഡ് ബൈ. നേരെ പിടിച്ചോണേ. അവനിപ്പോഴും അറിയത്തില്ലേ റോബറ്റ് വിളിച്ച് പിടിക്കാതോ? അതെ അതെ അതെ. ചേട്ടാ അവിടെ ചേട്ടാ അവിടെ. പിടിച്ചോണേ. ചേച്ചി ഞാൻ ഒരു സ്ലൈസും കൂടെ എടുക്കുവാണേ, ഒരു സ്ലൈസ്. എടീ ഇനി അവന് മുട്ടായി ഒന്നും മേടിച്ചു കൊടുക്കണം കേട്ടോ. അതാ പറഞ്ഞ മേടിക്കില്ലെന്ന്. പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്, 5 രൂപയുടെ 5 പോലെ കോഫി പോപ്പ്, ലോലിപോപ്പിന് പകരം കോഫി പോപ്പ് അല്ലേ? അതല്ലടാ അത് ഇതാടാ, അതല്ലടാ ഉണ്ണി ഇത് വാ. അതല്ല ഇത് വേറെ. ബട്ടർഫ്ലൈ അവനെ പിടിച്ചോ.